കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി വിഷു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു. ഇതല്ല, ഇതേ മോഡല് ഇത് ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ വിഷുവിൻ്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കണമെന്ന്. പിന്നെ ഞാൻ സ്റ്റോറീസിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത സമയത്ത് തന്നെ. അപ്പോഴും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന്. അപ്പോൾ ഇതെന്താ വിഷുവിന് ചെയ്യാൻ പറ്റാഞ്ഞെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറേ പാട്ട് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ വീഡിയോ എടുത്തു വെച്ചതായിരുന്നു, അത് കുറേ ഭാഗങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷുവിന് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു നല്ല സാരി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ ഓണമൊക്കെ വരില്ലേ, അപ്പോൾ എല്ലാവർക്കും എന്തായാലും റെഡിമെയ്ഡ് ഡ്രസ്സൊന്നും എടുക്കാൻ പോകാൻ പറ്റുന്ന കണ്ടീഷനല്ലല്ലോ. അപ്പോൾ നമ്മുടെ പഴയ സാരിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ കീ ഹോള് വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ അനാർക്കലി ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ്. കുറേ നാളായി അനാർക്കലി വന്നിട്ട്. ഇപ്പൊ സൂഫി സുജാതയിലൊക്കെ കുറെ അനാർക്കലി ഡ്രസ്സും ധാവണിയാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ സാരി, ജൂട്ട് സാരിയുടെ സ്കേർട്ടും അതുപോലെയൊക്കെയാണ്. അപ്പൊ ഈ ഒരു ട്രെൻഡ് മാറാൻ സാധ്യതയില്ല, കുറച്ചും കൂടിയൊക്കെ ഓടും അനാർക്കലി. അപ്പോൾ സാരി കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പട്ടുസാരി വെച്ചിട്ടുള്ള ഗൗൺ മോഡൽ, ഇതേ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡാണ്. ഒരു കോൺട്രാസ്റ്റ് കളർ ദുപ്പട്ടയും കൂടെ ഉണ്ടെങ്കിൽ ക്ലാസ്സി ലുക്ക്. അപ്പൊ ഓണമൊക്കെ വരില്ലേ, അപ്പൊ എല്ലാവർക്കും ഇതിനിപ്പോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പാറ്റേൺ, നല്ല സാരികൾ ഉണ്ടെങ്കിൽ പാറ്റേൺ പറഞ്ഞു കൊടുത്താൽ ടൈലറിംഗ് ഷോപ്പിൽ അവരായാലും സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇതിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ചെറുതായിട്ട് തയ്ക്കാൻ അറിയുന്ന ബിഗിനർ ആണെങ്കിലും വളരെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത്. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫിനിഷിംഗ് ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു വെക്കാലോ. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന പട്ടുസാരി കേട്ടോ. ഇതൊരു പഴയ സാരിയാണ്, അധികം ഉടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഇതിപ്പോ പട്ടുസാരി തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ പ്ലെയിൻ സാരി ആയാലും മതി. നല്ല കസവൊക്കെയുള്ള കോട്ടൺ സാരി ഒക്കെ ഉണ്ടാവുമല്ലോ, അതായാലും മതി. ഇപ്പൊ കോട്ടൺ സാരി ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ള സാരി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രൊക്കേഡ് ഒക്കെ ഒരു 1/2 മീറ്റർ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. കോൺട്രാസ്റ്റ് കളറോ അല്ലെങ്കിൽ അതിനായിട്ട് സെയിം ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രൊക്കേഡ് ഒക്കെ 1/2 മീറ്റർ വാങ്ങിച്ചാലും മതി. ഇതിപ്പോ ഇങ്ങനെ ഒരു നല്ല ബ്രൊക്കേഡ് ആയിട്ടുള്ള മുന്താണിയാണ് ഇതിനുള്ളത്. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് സ്ലീവിനും പിന്നെ നമ്മള് ഫ്രണ്ടിലത്തെ ആ ഒരു പാട്ടുണ്ടല്ലോ, കീ ഹോളിന്റെ ആ ഒരു പാട്ട് മാത്രമേ വെക്കാനുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയും മതി, ഈ ഒരു ബ്രൊക്കേഡിന്റെ പീസ് മതി. അപ്പൊ ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല, ഇത് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ സാരി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഇതിന്റെ ഈ മുന്താണി ആയിട്ട് നമുക്കൊരു 1 മീറ്റർ വരെ മുന്താണിക്ക് സാരിക്ക് പോകും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കീറലോ എന്തെങ്കിലും കറ പിടിച്ച ഭാഗമോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പൊ സ്കേർട്ട് പാർട്ടിന് നമുക്ക് ഒരു 3 മീറ്റർ ഒക്കെ മതിയായിരിക്കും. 3-ൽ കൂടുതലായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ യോക്ക് പാർട്ടിന് നമുക്ക് 1/2 മീറ്റർ ഒക്കെ വേണ്ടുള്ളൂ. നമ്മൾ മുന്താണി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു 3/4 മീറ്ററും യോക്ക് പാർട്ടിന് ഒരു 3/4 മീറ്റർ എടുത്തിട്ട് ബാക്കി ഫുള്ള് നമുക്ക് സ്കേർട്ട് കിട്ടുന്ന പോലെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോ കീറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നോക്കി കണ്ട് ചെയ്യാം. ഞാനിതിപ്പോ എക്സാമ്പിൾ ഒരെണ്ണം പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, മനസ്സിലാവാന്. അപ്പൊ ഇതാണ് ഒരു 5.5 മീറ്റർ സാരി എന്ന് വിചാരിക്കാം. അപ്പൊ ഇതുപോലെ കസവും അതുപോലെ സൈഡിൽ മുന്താണി ഉണ്ടാവും. അപ്പൊ മുന്താണി നമുക്കൊരു 3/4 മുതൽ 1 മീറ്റർ വരെയൊക്കെ മുന്താണി വരുന്ന സാരികളുണ്ട്. അപ്പൊ 1 മീറ്റർ നമ്മൾ വിചാരിക്കാം. ഈ സൈഡിൽ 1 മീറ്റർ നമുക്ക് കീ ഹോളിനും സ്ലീവിനും വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യാനുള്ളത് ഇതങ്ങ് കട്ട് ചെയ്ത് വെക്കുക. 1 മീറ്ററോളം മുന്താണി കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആകെ 4.5 മീറ്റർ ആണ്. 5.5 മീറ്ററിൽ 1 മീറ്റർ പോയി, ഇനി 4.5 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിന്റെ ബോർഡർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അപ്പൊ അതിന്റെ ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിലുള്ളത് 3 മീറ്റർ നമുക്കൊരു സ്കേർട്ട് പാർട്ടിനായിട്ട് വേണം. അപ്പൊ അത് കട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഈ ബോർഡർ അങ്ങ് മാറ്റി വെച്ചേക്കണം. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അംബ്രല ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, കസവൊക്കെ മാറിപ്പോകും. നമുക്ക് ഒരു സാരിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കസവിൽ കയറി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു 3 മീറ്റർ ആണ് മിനിമം വേണ്ടത്. ഇപ്പൊ നല്ല സാരിയാണ്, കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3/4 മീറ്റർ യോക്ക് പാർട്ടിന് മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് നമുക്ക് സ്കേർട്ട് എടുക്കാം.
ഈ സൈഡിൽ കുറച്ച് യോക്ക് പാർട്ടിനുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് സ്കേർട്ടിന് എടുക്കാം, തുണി നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പൊ ഇനി ഇതുപോലെ ഒരു 3/4 മീറ്റർ മാറ്റിയിട്ട് നമ്മൾ ബാക്കി ഫുള്ളായിട്ട് സ്കേർട്ടിന് അങ്ങ് എടുത്തേക്കുക. ഇനി നമുക്ക് ഈ സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ 3 മീറ്ററിൽ കൂടുതൽ കിട്ടിയാലും അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ രണ്ടാക്കിയിട്ട് നമ്മൾ മടക്കുക, ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ മടക്കുക, ഈ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക കണ്ടോ. അപ്പൊ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരും കേട്ടോ, അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ യോക്കിന്റെ അളവ് എത്ര ഇഞ്ചാണ് നോക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. അതേപോലെ നമ്മളൊരു സ്കേർട്ട് ഷേപ്പിൽ താഴേക്ക് ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരച്ചെടുക്കുക. ആ തുണിയിൽ കറക്റ്റ് അളവ് പറഞ്ഞിട്ട് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ കുറച്ച് നമുക്ക് തുണി ഇല്ലാണ്ട് വരും, നമ്മൾ ബോർഡർ ഒക്കെ കട്ട് ചെയ്തല്ലോ, അത്ര ഇഞ്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ തുണി. അപ്പൊ ബാക്കി നമ്മുടെ തുണി ഉണ്ടാവും കട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ആ പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. ഇനി ഞാനിത് തുണിയിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്കിനി കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഞാൻ മറ്റേ പേപ്പറിൽ കാണിച്ച പോലെ തന്നെ ഇതിന്റെ മുന്താണിയുടെ ഭാഗവും ഈ ബോർഡറിന്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പൊ സ്കേർട്ട് പാർട്ട് ഞാൻ മുന്നേ ചെയ്ത നേവി ബ്ലൂ പിങ്ക് ഇല്ലേ, അതിന്റെ സ്കേർട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് കൃത്യം 3 മീറ്റർ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചെയ്ത ബ്ലൂ ഒരു 3-ൽ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ആ പേപ്പറിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ ആക്കിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇതേപോലെ. അപ്പൊ താഴെ കണ്ടോ കുറച്ച് ഗ്യാപ്പ് വരും കേട്ടോ. സാരി ആയാലും ഏത് തുണി ആയാലും കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് വരാറുണ്ട് ഇങ്ങനെ ഈ ഒരു അംബ്രല കട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇനി നമുക്ക് വേസ്റ്റിന്റെ അളവ് നോക്കാം. അപ്പൊ എനിക്ക് വരുന്നത് 36 ആണ് വരുന്നത്. അപ്പൊ നമ്മളത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പൊ ഞാനൊരു 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 10 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റിന്. ഇപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കർവ് ആക്കിയിട്ട് വരയ്ക്കണം. അപ്പൊ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു 12 ഇഞ്ച് 13 ഇഞ്ച് വരെയൊക്കെ കിട്ടും. അപ്പൊ അത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ കൈ എടുക്കാതെ ഇങ്ങനെ ഒരു കർവ് പോലെ ഇങ്ങനെ വരച്ചെടുക്കണം. ഇതിപ്പോ നമ്മൾ സ്കേർട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സ്ട്രെയിറ്റ് ലൈൻ മാത്രം മതി. ഇതിപ്പോ നമ്മൾ ഇതുപോലെ ഒരു ഗൗൺ മോഡലൊക്കെ തയ്ക്കുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കർവ് ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ദേ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുക. മുകളിൽ നിന്ന് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് താഴേക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ട നീളം എത്രയാന്ന് നോക്കാം. അപ്പൊ ഞാൻ എടുക്കുന്നത് ഇപ്പൊ ഇവിടെ 40 ഇഞ്ചാണ് കേട്ടോ. ഒരു 39 ഒക്കെ മതി. നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ 40 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പിടിച്ചിട്ട് സർക്കിൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇപ്പൊ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സർക്കിള് വരച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് കുറച്ച് കുറവുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിൽ ബാക്കി വന്ന പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുക. അപ്പൊ തുണി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള തുണിയുടെ മീതെ കയറ്റി വെക്കണം കേട്ടോ. നമ്മളത് കൂടെ അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പൊ ഒരു 1/2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ തുണിയുടെ മേലെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ വരച്ചെടുക്കാൻ കേട്ടോ. അല്ല പിന്നൊക്കെ ഉണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അതിങ്ങനെ മാറി മാറി പോകും. അപ്പൊ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈസി ആവും കേട്ടോ. ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക.
അപ്പൊ ടോപ്പ് പോർഷനും ഇതുപോലെ കീ ഹോൾ ചെയ്യുന്നത് ഞാനൊന്ന് പേപ്പറിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇതിന് 2 നെക്ക് നമ്മൾ ചെയ്യണം, അതാണ് ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ നമ്മൾ എന്താ ചെയ്യാ, ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ 2 ആക്കിയിട്ട് മടക്കിയിടും. എന്നിട്ട് ഒരു നെക്ക് കൊടുക്കും, ഒരു ആം ഹോൾ കൊടുക്കും. നമ്മൾ സാധാരണ ഇറക്കത്തിൽ 5.5 6 എത്രയാണ് നമ്മൾ നെക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നെക്ക് വിട്ടും അതുപോലെ നമ്മൾ ആം ഹോളും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അത് നമുക്ക് സാധാരണ ടോപ്പിന് നമ്മൾ വേണ്ട ഒരു പോർഷൻ, നമ്മുടെ ഫ്രണ്ട് പോർഷൻ ബ്ലൂ കളറിലുള്ളത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ സാധാരണ കുർത്തി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ചെയ്യാനാണ്. അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു പീസ് എടുക്കുക. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ, ബാക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും തുണി നമുക്ക് വേണ്ട, ഇതിന്റെ ഒരു പകുതി പീസ് മതി, ഒരു ചെറിയ പീസ് മാത്രമേ നമ്മൾ ആ നെക്കിന്റെ അവിടെ വെക്കുന്നുള്ളൂ. ഇനി ചെയ്യാനുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഇതേപോലെ തന്നെ ആം ഹോൾ കറക്റ്റ് ഒരളവും മാറ്റമില്ല, അതേപോലെ തന്നെ എടുക്കണം. അപ്പൊ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ്നെസ് കറക്റ്റ് ആവില്ല. അപ്പോൾ ആം ഹോൾ അതേപോലെ തന്നെ കട്ട് ചെയ്യാം. എന്നിട്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ അല്ലാതെ ബോട്ട് നെക്ക് വേണമെങ്കിൽ ബോട്ട് നെക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ മാത്രം ഇറക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് 1 ഇഞ്ച് വിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ ചെറിയ ഒരു നെക്കാണ് കൊടുക്കുന്നത്, ആം ഹോളിന് ഒരു മാറ്റവും ഇല്ല. അതേപോലെ തന്നെ ഈ ഭാഗം മാത്രം, നമ്മൾ താഴോട്ട് എടുക്കുന്ന ഈ ഒരു ഭാഗം മാത്രം നമ്മൾ തിരിച്ച് വരയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹോള് കിട്ടത്തുള്ളൂ. ഇനി അത് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ആം ഹോളിന്റെ അവിടേക്ക് തന്നെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചരിവ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ആം ഹോളിന്റെ അവിടേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. സിമ്പിൾ ആണ്, ജസ്റ്റ് നമ്മളൊന്ന് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് തുണി കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സാരി ആവുമ്പോൾ നമുക്ക് വേറെ പീസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ ദേ ഇങ്ങനെ ഈ ഒരു പീസേ ഉള്ളൂ നമുക്ക് കീ ഹോളിൽ ചെയ്യാനായിട്ട്. ഈ ബ്രൊക്കേഡിന്റെ ഒരു ചെറിയ പീസേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ദേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പൊ നമുക്ക് ചെറിയൊരു ഹോള് കിട്ടും. ഇതിപ്പോ പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം. അപ്പൊ ദേ ഞാൻ ടോപ്പ് പാർട്ടിനുള്ള തുണി നമ്മൾ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലൈനിങ്ങും കൂടെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് കട്ട് ചെയ്ത് തീരുമല്ലോ. അപ്പൊ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവ് മാർക്ക് ചെയ്യാം. അപ്പൊ ഷോൾഡർ ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഒരുവിധം വണ്ണമുള്ളവർക്കൊക്കെ 7 ഇഞ്ച് മതിയായിരിക്കും. ഒത്തിരി ഡബിൾ എക്സൽ ഒക്കെ ആണെങ്കിൽ ഒന്ന് 7.5 എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോഴും 7 ഇഞ്ച് തന്നെ എടുക്കാറുള്ളൂ. അപ്പൊ ഷോൾഡർ നമ്മൾ ഒരു 1/2 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ നീളത്തിൽ വരച്ചിട്ട് ആം ഹോളും നമ്മൾ അതേപോലെ തന്നെ 7 ഇഞ്ചാണ് എടുക്കുക. 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 8 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. താഴേക്ക് ആം ഹോള് 8 ഇഞ്ച് താഴേക്ക് വരച്ചിട്ടുണ്ട്. അത് കൈക്കുഴിയൊക്കെ കൈയിന്റെ അവിടേക്ക് ഒത്തിരി വണ്ണമുള്ളവർക്ക് ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് നീക്കി എടുക്കാം കേട്ടോ താഴേക്ക്, അല്ലെങ്കിൽ ഷോൾഡറിന്റെ അതേ ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോളിന് മതി. ഇനി നമുക്ക് ചെസ്റ്റ് എത്രയാന്ന് നോക്കാം. അപ്പൊ ചെസ്റ്റ് വരുന്നത് 38 ഇഞ്ചാണ്. അപ്പൊ എനിക്കൊരു 9.5 ഇഞ്ചൊക്കെ മതി. ഞാനൊരു 1.5 ഇഞ്ചും കൂടെ നീക്കിയിട്ട് 11 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പിന്നെ ഷേപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത്രേ തുണിയുള്ളൂ, അപ്പൊ നമുക്ക് പറ്റുന്ന അത്രയും എടുക്കാം. അപ്പൊ ടോപ്പ് പാർട്ടിന് എത്രയാണ് നീളം വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ടോപ്പ് പാർട്ടിന് ഒരു നീളം കൊടുക്കുന്നത് എപ്പോഴും 15 ഇഞ്ചാണ് കൊടുക്കാറ് കേട്ടോ. അതിൽ കൂടുതൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈൻ, ഗൗൺ പോലുള്ള ഡിസൈൻ ഒന്നും ഭംഗി ഉണ്ടാവില്ല. ഒരു 15 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അപ്പൊ ഒരു ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഞാൻ 16 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ നോക്കാം. അപ്പൊ വേസ്റ്റ് എനിക്ക് വരുന്നത് 36 ആണ്. അപ്പൊ നമുക്ക് 9 ഇഞ്ച് മതിയായിരിക്കും. അപ്പൊ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 10 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ ചെസ്റ്റ് ലൈൻ ആയിട്ടൊന്ന് ചേർത്ത് വരയ്ക്കുക. നമ്മൾ തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ ഇട്ടിട്ടാണ് വരച്ചേക്കുന്നത്, അപ്പൊ ഇനി വേറെ എക്സ്ട്രാ ലൈൻ ഒന്നും വേണ്ട. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കിന്റെ മാർക്കിംഗ് ആണ്. അപ്പൊ നെക്ക് നമ്മൾ 2 നെക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ ഇറക്കം
കുറച്ചൊന്ന് കൂട്ടിയിട്ടെടുക്കുക. അപ്പൊ നമ്മൾ 4.5 തൊട്ട് കുർത്തിക്ക് ഇറക്കം കൊടുക്കും. അപ്പൊ ഇതിനൊരു 5.5 കൊടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മൾ ലൈനിങ്ങിന്റെ കൂടെയൊക്കെ തയ്ച്ചിട്ട് വരുമ്പോൾ അതൊരു 6 ഇഞ്ചൊക്കെ ആവും. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, കാരണം നമ്മൾ മേളിൽ ഒരു നെക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ചൊന്ന് ഇറക്കി എടുക്കുകയാണ് ഇതിന് ഭംഗി ഉണ്ടാവുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മളത് ലൈനിങ്ങിന്റെ കൂടെ തയ്ച്ചു വരുമ്പോൾ ഒരു 6 ഇഞ്ചൊക്കെ ഇറക്കം വരും കേട്ടോ. അപ്പോൾ ഒത്തിരി മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇത്രയും ഇറക്കം കൊടുക്കണമെന്നില്ല, 5 ഇഞ്ചൊക്കെ കൊടുത്താലും മതിയാവും. അപ്പൊ ഞാനിപ്പോ ഇവിടെ 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിട്ട് വരുന്നത്, ഞാനിപ്പോ ഷോൾഡർ 7 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഷോൾഡറിന് നമുക്കൊരു 3 ഇഞ്ച് കൊടുക്കാം. ഷോൾഡറിന് 3 ഇഞ്ച് വീതി കൊടുത്താൽ നമുക്ക് നെക്കിന് 4 ഇഞ്ച് വീതി കിട്ടും. ഇനി നമുക്കൊരു ബോക്സ് വരയ്ക്കാം. നെക്കിന്റെ അവിടെ ബോക്സ് വരച്ചിട്ട് നമുക്കതിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം. അതുപോലെ ആം ഹോളും ഒന്ന് ചെരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൈ കൊണ്ട് വരച്ചു കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒന്ന് ചരിച്ചു കൊടുക്കുക. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആം ഹോൾ കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൽ കയറ്റി എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോ കട്ട് ചെയ്യാറില്ല, നമ്മൾ സ്ലീവ് വെക്കുന്ന സമയത്ത് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ദേ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ലൈനിങ് കൂടെ വെച്ചതുകൊണ്ട് നമ്മൾ ഇനി സെപ്പറേറ്റ് ലൈനിങ് വേറെ കട്ട് ചെയ്യൊന്നും വേണ്ട. ലൈനിങ്ങും ഇതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ കീ ഹോൾ വെക്കാനുള്ള പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ബ്രൊക്കേഡിന്റെ പീസ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇത്രയും മതി കേട്ടോ. നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ അതേ അളവിന് വെച്ചിട്ട് നമ്മൾ ആം ഹോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. ആം ഹോളിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത്രയും ഇനി നമുക്ക് സ്ലീവിന് വേണം കേട്ടോ. അപ്പൊ സ്ലീവിന് ഇതിന്റെ ബാലൻസും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ആം ഹോൾ മാത്രം അതേപോലെ തന്നെ വരച്ചെടുക്കുക. ഇനി നെക്ക് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ നോർമൽ നെക്ക് അങ്ങ് വരച്ച് വെച്ചേക്കുക, അതിനൊരു മാറ്റമില്ല, അതുപോലെ തന്നെ വരയ്ക്കുക. പക്ഷെ അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ നെക്ക് കൊടുക്കുന്നത് ചെറിയ നെക്കാണ്. ഇതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ചെറിയ നെക്ക് കൊടുക്കാം. അപ്പൊ നോർമൽ നെക്ക് ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വരച്ചേക്കണം. എന്നിട്ട് നമ്മൾ ബോട്ട് നെക്ക് എടുക്കാം. ബോട്ട് നെക്ക് അല്ലെങ്കിൽ ഷോർട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊരു 3 ഇഞ്ചോളം കൊടുത്താൽ മതി. അതിന്റെ കൂടുതൽ ഇറക്കവും വേണ്ട കയറ്റവും വേണ്ട, കറക്റ്റ് 3 ഇഞ്ച് തന്നെ മതി കേട്ടോ എടുക്കുമ്പോൾ. അപ്പൊ ഇനി നമ്മൾ നെക്ക് എടുക്കുന്ന പോലെ ഒരു ബോക്സ് വരച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ നെക്ക് കൊടുക്കുക. അത് നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് അതേ വിട്ട് തന്നെയാണ്, നമ്മൾ 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന വിട്ട് കൊടുക്കുന്നത് കേട്ടോ നെക്കിന്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ബോട്ട് നെക്കിന്റെ ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കുക. ബോട്ട് നെക്ക് വേണമെന്നില്ല, നോർമൽ നെക്ക് ആയാലും മതി കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ ചെറിയ നെക്ക് എടുത്തു. ഇനി താഴെ ഇത് നമ്മൾ കട്ട് ചെയ്യരുത്, അറിയാതെ പോലും അത് കട്ട് ചെയ്ത് പോകരുത്. അതേപോലെ അപ്പൊ ആം ഹോളിന്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് താഴോട്ടേക്ക് ഇറക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവിടെ ബാലൻസ് വേണം, ജോയിന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വേണം. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇനി ഇവിടെ നിന്ന് 1.5 ഇഞ്ചോളം ഇറക്കിയാൽ മതി കേട്ടോ, അതിൽ കൂടുതൽ ഇറക്കരുത്. അപ്പൊ കുറച്ചധികം ഗ്യാപ്പ് വരും, അപ്പോൾ കാണാൻ വൃത്തികേടാവും. അപ്പൊ ഒരു 1.5 ഇഞ്ച് മാത്രം ഗ്യാപ്പ് മതി. ഇതിന്റെ ഇടയിൽ 1 ഇഞ്ച് ഗ്യാപ്പ്, അത്ര മതി കേട്ടോ. ഇനി നമ്മൾ ഇതേ ഇങ്ങനെ വളച്ചെടുക്കുക, താഴേക്ക് ഇതുപോലെ വളച്ചെടുക്കുക. ഇതിന് നമുക്ക് വല്ല ഹാർട്ടിന്റെ ഷേപ്പോ അങ്ങനെയൊക്കെ നെക്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ നോർമൽ നെക്കാണ് വരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതുപോലെയുള്ള ഒരു ചെറിയ പീസാണ് നമുക്ക് കിട്ടുക കേട്ടോ. നെക്കിന്റെ അവിടെ മാത്രമുള്ള ഒരു പീസാണ്. ഇനി ഇതിൽ വെച്ച് നോക്കാം. ഈ ടോപ്പിന്റെ അവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കീ ഹോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ കുറച്ചും കൂടെ ഗ്യാപ്പ് വരും കേട്ടോ. തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഹോള് വലുതായിരിക്കും.
അപ്പൊ ഇനി ഇതിൽ നമുക്ക് ഏതെങ്കിലും ഷേപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഹാർട്ടിന്റെ ഷേപ്പോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ ഒരു നോർമൽ ഷേപ്പ് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പൊ സ്ലീവിന് തുണി കുറച്ച് പോരായ്കയുണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന്റെ ബാലൻസ് തുണിയാണ് ഒരു സ്ലീവിന് വരുന്നത്. കുഴപ്പമില്ല, ഞാൻ ഇതിന്റെ സൈഡിൽ നമ്മൾ ബോർഡർ ഉണ്ടല്ലോ അതിന്റെ ഒരു പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോർമൽ നീളം തന്നെ കിട്ടും. ഇതിപ്പോ 3/4 ഒക്കെ ആവുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളൂ. ഷോർട്ട് ഹാൻഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഇനി അളവ് മാർക്ക് ചെയ്യാം. അപ്പൊ സ്ലീവിന്റെ ഇറക്കം വന്നിട്ട് 7 ഇഞ്ച്, നമ്മൾ ആംഹോളിന് കൊടുത്ത പോലെ തന്നെ 1 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നീളം നോക്കാം. അപ്പൊ നീളമൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. 3/4 കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോ ഷോർട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഷോർട്ട് എന്ന് പറയുമ്പോൾ മുട്ട് വരെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് 9 ഇഞ്ച് മതി. ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് നമ്മുടെ കൈയിന്റെ ചുറ്റളവ് എത്രയാ നോക്കിയിട്ട് അതും കൂടി അങ്ങ് മാർക്ക് ചെയ്യാം. അപ്പൊ 5.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പൊ ഞാൻ 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവിന്റെ ഈ സൈഡ് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കണം. അപ്പൊ അതിന് നമ്മൾ എടുത്ത നീളത്തിന്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നീക്കിയിട്ട് വേണം ഒരു വളവ് കൊടുക്കാൻ കേട്ടോ. ഒത്തിരി വലിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3-3.5 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലോട്ട് ഒന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ബോർഡർ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും തന്നെ കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റിച്ചിങ് എന്തായാലും പാർട്ട് 2 ആയിട്ട് കാണിക്കാം കേട്ടോ. ഒത്തിരി ലോങ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ്ങും കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ലോങ് ആയി പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ അതുവരേക്കും ബൈ.